എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഷെൽമി. ഇന്ന് വീണ്ടും ഒരു ആമസോൺ ഫാഷൻ ഹോളായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ പ്രാവശ്യത്തെ വീഡിയോ കുറച്ച് ഡിഫറെൻ്റ് ആണ്. കുറച്ച് വെസ്റ്റേൺ, ഇൻഡോ വെസ്റ്റേൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മിഡി, ഫ്രോക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കൂടുതൽ പിക്ക് ചെയ്തിരിക്കുക. അതും ഒക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത്. ഒക്കെ 800ൻ്റെ ഉള്ളിൽ, 800 ഒരെണ്ണത്തിലുള്ളത്, ബാക്കിയൊക്കെ 700ൻ്റെ ഉള്ളിൽ. ഏറ്റവും സ്റ്റാർട്ടിംഗ് റേറ്റ് എന്ന് പറയുന്നത് 350 റുപ്പീസാണ് കേട്ടോ സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയേണ്ട, നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ വെച്ച് തുടങ്ങാം. ആമസോൺ കളക്ഷൻസ്. ഫസ്റ്റ് വരുന്നത് ഒരു മിഡി ഫ്രോക്കാണ് കേട്ടോ. ഒരു മിഡി ഫ്രോക്ക്, സിംഗിൾ ആയിട്ടുള്ള ഒരു ഫ്രോക്ക്, നീ ലെങ്ത് ഒക്കെ വരും. ഒരു സിംഗിൾ കളറിൽ, വേറെ പ്രിൻറ്റോ പാച്ച് ഇതൊന്നുമില്ല. സിംഗിൾ ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്ന ലൈക്ര മെറ്റീരിയലാണ് കേട്ടോ. ഇനി ഇതിൻ്റെ സ്ലീവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സ്ലീവ് വരുന്നത് ഷോർട്ട് സ്ലീവാണ്, പഫായിട്ട് വരുന്ന ഒരു സ്ലീവാണ്. ഓവറോൾ നോക്കുകയാണെങ്കിൽ കംഫർട്ടബിൾ മെറ്റീരിയലാണ് ലൈക്ര. പിന്നെ സ്ട്രെച്ചബിൾ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഷേപ്പിൽ കിടക്കും. ഇതിൻ്റെ ബാക്ക് സൈഡിലത്തെ ലുക്ക്, പക്ഷേ ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ഒരു പാറ്റേൺ തന്നെയാണ് കേട്ടോ. ആ ഒരു ബ്രസ്റ്റ് സൈഡിലത്തെ ആ ഒരു സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ആ ഒരു പാറ്റേണും ഡിസൈൻസും ഒക്കെ വെച്ച് നോക്കുമ്പോൾ പെർഫെക്റ്റ് ഫിറ്റിങ്ങിൽ കിടക്കുന്ന ഒരു മോഡലാണ് കേട്ടോ. ഇനി ഇതിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട്. ഒരു 11 ഷെയ്ഡ് വരുന്നുണ്ട്. ബ്ലാക്ക്, പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഷെയ്ഡല്ല എവർഗ്രീൻ കളർ. ഇതിൽ മറൂൺ വരുന്നുണ്ട്, ഗ്രീൻ വരുന്നുണ്ട്, അങ്ങനെ പല 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 ഷെയ്ഡ്സിൽ അതിൽ 11 കളേഴ്സ് വരുന്നുണ്ട്. ഇനി ഞാൻ ഇതിൽ ചൂസ് ചെയ്ത സൈസ് എന്ന് പറയുമ്പോൾ ലാർജ് എനിക്ക് കുറച്ച് ടൈറ്റാണ് കേട്ടോ. ഓവറോൾ ഇടാൻ പറ്റുന്നുണ്ട്, പക്ഷേ കുറച്ച് ടൈറ്റാണ്. അപ്പോൾ എക്സ്ചേഞ്ച് ചെയ്തിട്ട് എനിക്ക് എക്സൽ മേടിക്കേണ്ടി വരും. അപ്പോൾ ഇത് എൻ്റെ ഭാഗത്തുനിന്ന് ഇത് ഹൈലി റെക്കമെൻഡ് ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. നമുക്ക് സുഖമായിട്ട് കാഷ്വലായിട്ടും എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന. നെക്കിൻ്റെ ആ ഒരു ഡീറ്റെയിലിങ്ങും കുറച്ച് ഡിഫറെൻ്റ് ആണ്, കുറച്ച് വ്യത്യാസം. ഒരു ചെറിയൊരു വി കട്ട് പോലെയൊക്കെ പോയിട്ടുള്ള ആ ഒരു പാറ്റേണിലാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫസ്റ്റ് കളക്ഷൻ വരുന്നത്. മിഡി, സാധാരണ നീ ലെങ്ത് ആയിട്ടുള്ള ഒരു മിഡി. ഇനി നമുക്ക് കാണിക്കാൻ പോണത് 3 പീസിൻ്റെ ഒരു ക്രോപ്പ് ടോപ്പ്. അതിൽ 3 പീസിൻ്റെ ഒരു ക്രോപ്പ് ടോപ്പിൽ വരുന്നത് പാൻറ്റ്, ബ്രേസർ ബോർഡറായിട്ടുള്ള ഒരു ജാക്കറ്റ്, അതുപോലെ തന്നെ ക്രോപ്പ് ടോപ്പ് വരുന്നുണ്ട്, ടാൻ ടോപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഇതും ഒരു ഡിഫറെൻറ്റ് ലുക്കാണ്. കുറച്ച് ഡിഫറെൻറ്റ് യൂണിക്ക് സ്റ്റാൻഡ് ഔട്ട് ചെയ്യാനായിട്ടുള്ള ഒരു പറ്റിയിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഒരു മുകളിലത്തെ ജാക്കറ്റ് വെച്ചിട്ട് തന്നെ കാണിക്കാം. ഒരു കോളർ ടൈപ്പ് ആയിട്ടുള്ള ഒരു ജാക്കറ്റാണ്. ലൈക്ര മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ഇത് വരുന്നത്. ഒരു ബ്ലേസർ ആ ഒരു മോഡലിലൊക്കെ വേണമെങ്കിൽ പെടുത്താം ഇതിനെ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇടാൻ പറ്റിയിട്ടുള്ള ക്രോപ്പ് ടോപ്പും ഇവർ ഇതിൻ്റെ കൂടെ നമുക്ക് തരുന്നുണ്ട്. ഇതാ നല്ല അടിപൊളിയാണ് കേട്ടോ മെറ്റീരിയൽ വൈസ് നോക്കുകയാണെങ്കിൽ. ഇതിൽ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ, പക്ഷേ ഈ ഒരു ക്രോപ്പ് ടോപ്പ്, ഈ ഒരു ടാൻ ടോപ്പ് ഞാൻ ഇതിൻ്റെ കൂടെ യൂസ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ കൂടെ യൂസ് ചെയ്തത് ഞാൻ സ്പെഗറ്റിയാണ്, ഞാൻ കാണിക്കാം. അപ്പോൾ ഇതിനുള്ളിൽ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാം. സ്ട്രൈപ്പ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസും വരുന്നുണ്ട്. ഇത് സ്ട്രെച്ചബിളാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഷേപ്പിൽ അങ്ങനെ കിടന്നോളും. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്ന പാൻറ്റ് എന്ന് പറയുന്നത് ട്രൗസർ മോഡലായിട്ടുള്ള പാൻറ്റാണ് വരുന്നത്. പ്ലെയിൻ, ഫ്രണ്ട് സൈഡ് പ്ലെയിനാണ് വരുന്നത്. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ എലാസ്റ്റിക് ആണ് വരുന്നത്. ഇതിൻ്റെ 1 സൈഡ് 2 സൈഡ് പോക്കറ്റ് ഉണ്ടാവും. 2 സൈഡിൽ പോക്കറ്റും വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ജാക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഷിപ്പിൻ്റെ ശബ്ദമാണ് വരുന്ന ശബ്ദം. ഒന്ന് കാണിച്ചു കൊടുക്കുമോ? അപ്പോൾ ചിലപ്പോൾ ക്ലിയർ ഉണ്ടാവില്ല, നല്ല ശബ്ദമാണ്. ഓക്കെ, അവർ യാത്ര ചെയ്തോട്ടെ. അപ്പോൾ നമുക്ക് നമ്മുടെ വീണ്ടും ആ ഒരു ഡ്രസ്സിൽ കിടക്കാം. അതായത് നല്ല രസമുണ്ടല്ലോ കാണാൻ. ഓക്കെ, നമുക്ക് നമ്മുടെ വീണ്ടും അപ്പോൾ ഈ ഒരു ജാക്കറ്റിൻ്റെ ഫ്രണ്ട് പോർഷനിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ സൈഡിൽ ഇങ്ങനെ പോക്കറ്റും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ പോക്കറ്റ് അങ്ങനെ യൂസ് ആകാൻ പറ്റില്ല, ജസ്റ്റ് ഒരു പാറ്റേൺ പോലെയാണ് വരുന്നത്. ഇനി ഇതേപോലെ സെയിം ഇതിൻ്റെ ഉള്ളിലിട്ട സ്പെഗറ്റി കാണിച്ചു തരാം. സ്പെഗറ്റി എന്ന് പറയുന്നത് ഞാൻ ഇതിൻ്റെ ഉള്ളിലിട്ടിരിക്കുന്നത് ജോക്കി ബ്രാൻഡിൻ്റെ ലാർജ് സൈസിലുള്ള സ്പെഗറ്റിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റാപ്പ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്പെഗറ്റി ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഏതിൻ്റെ കൂടെ വേണമെങ്കിലും, നമുക്ക് ടാൻ ടോപ്പ് മാറ്റിയിട്ട് ഇതിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പെഗറ്റിയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ടിരിക്കുന്നത് ഈ ഒരു സ്പെഗറ്റിയാണ്. ഇനി ഞാൻ ഇതിൽ മേടിച്ച സൈസ് എന്ന് പറയുന്നത് ലാർജ് സൈസാണ്. ലാർജ് എനിക്ക് പെർഫെക്റ്റ് സൈസാണ്. ഇതിൻ്റെ തന്നെ സെയിം ഡിഫറെൻറ്റ് കളറിൽ ഞാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു മറൂൺ ഷെയ്ഡിൽ മേടിച്ചിട്ടുള്ളത് സെയിം, അതന്നെ, ഒരു മാറ്റമില്ല. മറൂൺ ഷെയ്ഡിൽ മേടിച്ചിട്ടുള്ള ഒരു സെയിം പാറ്റേൺ, ഒക്കെ സെയിം ലൈക്ര മെറ്റീരിയൽ, ലാർജ് സൈസ് വരുന്നത്. ഇതൊക്കെ ശരിക്കും ആ ഒരു ഈവൻറ്റിനൊക്കെ ഇട്ട് പോയപ്പോൾ എനിക്ക് ഇത്ര കോംപ്ലിമെൻറ്റ് കിട്ടാത്തൊരു സംഭവം.
കുറച്ച് ഡിഫറെൻ്റ് ആണ്, യൂണിക്കാണ് ചേച്ചി, നല്ല ഭംഗിയുണ്ട് കാണാൻ. അതിന് റേറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇവൻ്റൊക്കെ പോകുമ്പോൾ നമ്മൾ 5,000 6,000 ഒക്കെ സ്പെൻഡ് ചെയ്യും ഒരു ഡ്രസ്സിന് വേണ്ടിയിട്ട്. പക്ഷേ ഇവിടെ അതിൻ്റെ ഒരു ആവശ്യമില്ല. ജസ്റ്റ് 600 699 599 സംതിങ് വരണുള്ളൂ കേട്ടോ ഈ ഒരു ഡ്രസ്സിന്. ഇതിൻ്റെയും ടാൻ ടോപ്പ് ഉണ്ട്, പക്ഷേ ടാൻ ടോപ്പ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അതിൻ്റെ ഉള്ളിൽ ഞാൻ സ്പെഗറ്റി തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ലാർജ് സൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു മെറ്റീരിയൽ. കാരണം ഷേപ്പ് വൈസ് അങ്ങനെ എക്സ്പോസ് ചെയ്ത് നിൽക്കുന്നില്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ള ആ ഒരു സ്റ്റാൻഡേർഡിൽ വെസ്റ്റേൺ ഔട്ട്ഫിറ്റ് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ ഇനി എക്സ്പോസ് ആവുന്ന വിധത്തിൽ നോക്കുകയാണെങ്കിൽ ഞാൻ ഒരു സംഭവം മേടിച്ചിട്ടുണ്ട്. ഈ ഒരു ഇവൻറ്റിനും അങ്ങനത്തെ ആവശ്യത്തിനൊക്കെ പോകാൻ പറ്റിയിട്ടുള്ള ഒരു ഫ്രോക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയാനായിട്ട് ജസ്റ്റ് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഒരു സ്ട്രാപ്പ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മോഡലാണ് വരുന്നത്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈവനിനൊക്കെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സാറ്റിൻ്റെ മെറ്റീരിയലാണ് ഇത് വരുന്നത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ നീൻ്റെ താഴത്തേക്കുള്ള ഒരു ഫ്രോക്കാണ്. ഒരു റഫൽ മോഡലായിട്ട് വരുന്ന ഒരു പാറ്റേണിലാണ് ഫ്രണ്ട് വരുന്നത്. സിംഗിൾ സോളിഡ് കളറാണ്. പ്രിൻ്റ് ഒന്നും തന്നെ ഒരുവിധം നമ്മൾ കാണിച്ചിരിക്കുന്ന എല്ലാം ഡ്രസ്സിൽ ഒക്കെ സിംഗിൾ കളേഴ്സാണ് കേട്ടോ നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ അതുപോലെ ബാക്ക് പോർഷൻ പ്രത്യേകിച്ച് വർക്കൊന്നുമില്ല, സിമ്പിളായിട്ടുള്ളതാണ്. ജസ്റ്റ് നമുക്ക് വല്ല ഒക്കേഷൻസോ ഈവൻറ്റ്സോ ഫങ്ഷൻസോ അതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുക. ഇനി ഇങ്ങനെ ഇടാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ഗ്ലിറ്റർ ആയിട്ടുള്ള ചിലപ്പോൾ ഗ്ലിറ്റർ ആയിട്ടുള്ള ജാക്കറ്റ്സൊക്കെ കിട്ടും. അത് യൂസ് ചെയ്താലും നമുക്ക് ഒരു കംഫർട്ടബിൾ ഫീൽ ചെയ്യും. ഇനി ഇതിൻ്റെ സൈസ് വരുന്നത് XL ആണ് കേട്ടോ. ഞാൻ സൈസ് പിക്ക് ചെയ്തിരിക്കുന്നത് XL കറക്റ്റ് പെർഫെക്റ്റ് സൈസാണ്. ഇപ്പോൾ ബ്രസ്റ്റ് സൈസ് നോക്കുകയാണെങ്കിൽ 34 ഞാൻ XL ആണ് പിക്ക് ചെയ്തത്. ചില കുർത്തീസിലൊക്കെ വരുമ്പോൾ നമുക്ക് ലാർജ് ആണെങ്കിൽ ലാർജ്, പക്ഷേ ഇതിലൊക്കെ വരുമ്പോൾ ഒരു സൈസ് ഞാൻ കൂട്ടിയെടുത്തതാണ്. കാരണം നമുക്ക് മോമാണെങ്കിൽ ടമ്മി എന്തായാലും ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ അത് ഹൈഡ് ചെയ്യാനായിട്ട് നമ്മൾ ഷേപ്പ് വെയർ യൂസ് ചെയ്യാനായിട്ട് മസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇനി ഇതിൽ റഫൽ മോഡലാണെന്ന് പറഞ്ഞാലും ഇത് കുറച്ചിങ്ങനെ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു മോഡലാണ് കേട്ടോ. ഇങ്ങനെ ഒരു ഓപ്പൺ ആയിട്ട് നിൽക്കും, പക്ഷേ അത്ര വലിയ സംഭവമായിട്ട് എടുക്കണം. കാരണം എന്താ വെച്ചാൽ സൈക്കിൾ ഷോർട്ട്സോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സംഭവം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെയും റേറ്റ് ഏകദേശം ഒരു 500 ആ ഒരു റേഞ്ചാണ് വരുന്നത്. അടുത്തത് ഞാൻ ഇട്ടിരിക്കുന്ന ഒരു ഡ്രസ്സിനെ കുറിച്ച് പറയാം. ഇട്ടിരിക്കുന്ന ഒരു ഡ്രസ്സ് എന്ന് പറയുമ്പോഴും ഒരു നീ ഫ്രോക്ക് തന്നെയാണ് കേട്ടോ. നീ ലെങ്ത്തിൽ വരുന്ന ഒരു ഫ്രോക്ക് തന്നെയാണ്. ഇത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ലാർജ് സൈസ് അല്ല XL സൈസാണ് ഞാൻ പിക്ക് ചെയ്തിരിക്കുന്നത്. ഇത് XL ലൂസാണ്. ഇതിൽ ബാക്കിൽ നമുക്ക് സിബ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ബാക്കിൽ സിബ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കുറച്ച് ലൂസാണ്, ലൈക്ര മെറ്റീരിയലാണ്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സ്ലീവ് നോക്കുകയാണെങ്കിൽ സ്ലീവ് വരുന്നത് നമുക്കൊരു ബിഷപ്പ് സ്ലീവ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ബലൂൺ സ്ലീവ് ആയിട്ട് വരുന്നത്. എലാസ്റ്റിക് വരുന്നുണ്ട് സൈഡിൽ കെട്ടാനായിട്ട്, ഇങ്ങനെ ടൈറ്റ് ആയിട്ട് ഇരിക്കാനായിട്ട്. യോക്കിൻ്റെ പോർഷൻ നോക്കുകയാണെങ്കിൽ നമുക്കൊരു വി നെക്ക് പോലെ ഫീൽ ചെയ്യും. പക്ഷേ ഇതിൻ്റെ ഇങ്ങനെ ഒരു ഗ്യാപ്പും കൂടി ഉണ്ട് കേട്ടോ. പക്ഷെ അത് എന്താ പറയുക, വൃത്തികേടായിട്ട് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. സ്റ്റാൻഡേർഡ് ഔട്ട്ഫിറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ ഇതിൻ്റെ കൂടെ ഡ്രോ സ്ട്രിങ് കൂടി വരുന്നുണ്ട്. ഇത് നമുക്ക് പിന്നിൽ വേണമെങ്കിൽ പിന്നിൽ കെട്ടാം, എങ്ങനെ വേണമെങ്കിലും കെട്ടാം കേട്ടോ. അതാ പിന്നിൽ വേണമെങ്കിൽ അപ്പോൾ ഇങ്ങനെ ഒരു ജസ്റ്റ് സിമ്പിളായിട്ട് നിൽക്കും. അപ്പോൾ ഇത് ജസ്റ്റ് മുന്നിലേക്ക് വേണമെങ്കിൽ മുന്നിലേക്ക് നമുക്ക് കെട്ടാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് നമ്മുടെ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് XL ആണ് സൈസ് വരുന്നത്. പെർഫെക്റ്റ് സൈസാണ്. ഇതിലും ഏകദേശം ഒരു 10 ഷെയ്ഡ്സ് വരുന്നുണ്ട് കേട്ടോ. പെർഫെക്റ്റ് സൈസാണ്. അപ്പോൾ ഇനി അടുത്തേക്ക് കിടക്കാം. അടുത്തത് വരുന്നത് സിമ്പിൾ. ഇനിയിപ്പോൾ ഇതൊക്കെ കാണിച്ചത് നമ്മൾ സോളിഡ് ഡ്രസ്സസ്സാണ്. സോളിഡ് ഡ്രസ്സസ്സൊക്കെ നമുക്ക് ഓരോരോ ഈവൻറ്റിനൊക്കെ ഇട്ട് പോകാൻ പറ്റിയിട്ടുള്ള ഡ്രസ്സുകളാണ്. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് കാഷ്വലായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രസ്സ്, സിമ്പിളായിട്ടുള്ള ടൈ ആൻഡ് ഡൈ മോഡൽ. ടൈ ആൻഡ് ഡൈ ആണ് ഇതിൽ ഫുൾ വർക്ക് വന്നിരിക്കുന്നത്. വീനെക്കാണ്. വീനെക്കിൻ്റെ കൂടെ ഒരു മെഗാ സ്ലീവ് എന്നൊക്കെ പറയില്ലേ. സ്ലീവ് എന്ന് വെച്ചാൽ ഷോർട്ട് സ്ലീവാണ്, മെഗാ സ്ലീവാണ്. സെപ്പറേറ്റ് സ്ലീവ് പോലെ അറ്റാച്ചില്ല. ഇത് നടുക്കിൽ കാണുന്നത് എലാസ്റ്റിക് ആണ് വരുന്നത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സെയിം ടൈ ആൻഡ് ഡൈ ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഇതൊരു പിങ്കും ബ്ലൂവും ഒരു യെല്ലോ ഷെയ്ഡൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡാണ് വരുന്നത്. ലാർജാണ് ഞാൻ മേടിച്ച സൈസ്. പെർഫെക്റ്റ് സൈസാണ്. ഇതിലും ഒരു 4-5 ഷെയ്ഡ്സ് വരുന്നുണ്ട്. ഇപ്പോൾ ഈ ബ്ലൂ പിങ്കിന് പകരം വേറെ കളേഴ്സ് ആയിരിക്കും. അങ്ങനെ ഒരു 4-5 ഷെയ്ഡ്സ് അത് വരുന്നുണ്ട്. റയോണിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ. റയോണിൻ്റെ മെറ്റീരിയൽ. ഇതിൽ നമ്മൾ ഈ ഒരു ഹാളിൽ കാണിച്ചാൽ ഏറ്റവും റേറ്റ് കുറഞ്ഞ സംഭവമാണ് കേട്ടോ. 350 റുപ്പീസ് ഓൺലി. സിമ്പിളായിട്ട് നമുക്ക് കാഷ്വലായിട്ട് ഇട്ട് പോകാൻ പറ്റിയിട്ടുള്ള ഒരു സാധാ ഡ്രസ്സാണ്. മറ്റതൊക്കെ നമുക്ക് ഈവൻറ്റിനും അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറേ കളക്ഷൻസ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്താ പറയുക, ഇനി അപ്കമ്മിങ് ആയിട്ടുള്ള വാലന്റൈൻസ് ഡേ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിനൊക്കെ നമുക്ക്
ഡേറ്റിന് പോകാനോ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ മേടിച്ചത് ഞാൻ ആമസോണിൽ നിന്നാണ്. ആമസോണിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇവിടെ വീഡിയോൻ്റെ താഴെ നമുക്ക് മോർ എന്നുള്ള ഓപ്ഷൻ കാണും. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ഒന്നുകൂടി മോർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇട്ട വീഡിയോസിൻ്റെ ഫുൾ ലിങ്ക് മൈ ഹോൾ സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒറ്റ ലിങ്ക് ഉണ്ടാവും, സെപ്പറേറ്റ് ലിങ്ക് ഉണ്ടാവും. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. മൈ ഹോൾ സ്റ്റോറിൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ മേടിച്ച എല്ലാത്തിൻ്റെയും പ്രൈസ് വിത്ത് പിക്ചർ എല്ലാതും കാണിക്കാൻ പറ്റും. അതുപോലെ സെപ്പറേറ്റ് ആയിട്ടുള്ള ലിങ്ക് ഉണ്ട്, അത് വേണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് ആമസോണിലേക്ക് പോകും. ഇനി മൈ ഹോൾ സ്റ്റോറിൽ എന്ന് പറയുമ്പോൾ അതിൽ പിക്ചർ വിത്ത് പ്രൈസ് എന്ന് പറയുമ്പോൾ അതിൽ ഏത് ആവശ്യം എന്ന് വെച്ചാൽ അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് ആമസോൺ സൈറ്റിലേക്കാണ് പോണത്. സാധാരണ പിന്നെ നമ്മൾ എങ്ങനെയാണ് ഓർഡർ ചെയ്യുന്നത് അതേപോലെ തന്നെ ഓർഡർ ചെയ്യാം. പിന്നെ ആമസോൺ എന്ന് പറയുന്നത് ഈസിയാണ്. നമുക്കിപ്പോൾ ഒരു സംഭവം ഇഷ്ടമായില്ലാത്ത വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് റിട്ടേൺ ചെയ്യാം. അപ്പോൾ ഒരു ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് റീഫണ്ട് ചെയ്ത് കിട്ടുന്നതായിരിക്കും. അതുകൂടാതെ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരെ ഉണ്ട്. ആമസോൺ എന്ന് പറയുമ്പോൾ ഈസി പർച്ചേസിങ് ആണ്. നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഡോറിലേക്ക് എത്തുന്ന ഒരു സംഭവമാണ്. അതും ടെൻഷൻ ഫ്രീ ആയിട്ട്, ഡെലിവറി ചാർജസ് ഒന്നും വേണ്ട. ചില പ്രോഡക്ട്സിനൊക്കെ നമുക്ക് ഡെലിവറി ചാർജസ് ഉണ്ടാകും, പക്ഷേ അത് ചിലതിന് മാത്രം. ആമസോണിൻ്റെ ആണെങ്കിൽ അതിനൊന്നും ഡെലിവറി ചാർജസ് ഇല്ല, ഫ്രീ ഷിപ്പിംഗ് ആണ്, ഫ്രീ നമുക്ക് എക്സ്ചേഞ്ച് ഓപ്ഷൻസ് ഉണ്ട്, ഒന്നിനും ഒരു ടെൻഷനില്ല. അപ്പോൾ ഇനി ഒരു ഷോപ്പിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് ആമസോണിൽ നിന്നാവാം കേട്ടോ. അപ്പോൾ ഹാപ്പി ഷോപ്പിംഗ്. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ചിൽഡ്രൻ ബൈ.